ഇതൊരു ഭയങ്കര കോമഡി പടമാണെന്ന് ഭയങ്കര രസമുള്ള ഇല്ല. ഇറ്റ്സ് എ മോക്യുമെന്ററി. ആ ട്രെയിലറിലും ടീസറിലും ഒക്കെ ലേമാൻസിൽ പറയുകയാണെങ്കിൽ ഒരു വട്ടം ഉണ്ടെന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ടേൺ ഔട്ട് കാണുമ്പോൾ അതിൻ്റെ കളക്ഷൻ ഫിഗേഴ്സ് ഞാൻ അങ്ങനെ വലിയ ഫിഗേഴ്സ് എന്ന് പറയുന്നില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു കളക്ഷൻ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു റിലീസിന് ടൂ മച്ച് ആവുന്നുണ്ടോ, അതായത് സോറി റിലീസിനല്ല ഷൂട്ട് കഴിഞ്ഞു. ഞാൻ ചന്ദ്രനോട് ചോദിച്ചു, നമുക്ക് ഇടയ്ക്ക് പറയുമ്പോൾ രസമാണ്, ഇത് ടൂ മച്ച് ഓഫ് എന്താ പോപ്പ് കൾച്ചർ റെഫറൻസുകൾ വന്നാൽ അത് പുള്ളിക്കത് കോൺഫിഡൻ്റ് ആണ്. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു തലമുറയെ നന്നായി റീഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പരിധി വരെ അതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ആ റീഡിങ് ഉണ്ട്. അപ്പം അതിന്ന് തെളിഞ്ഞു. ഓക്കെ, വെൽക്കം ടു സിനിമ എക്സ്പ്രസ്. എൻ്റെ പേര് ശ്രീജിത്ത് മുല്ലപ്പള്ളി. ഇന്ന് ഞങ്ങളൊപ്പം ഉള്ളത് അജു വർഗീസ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ ഗഗനാചാരിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വന്നതാണ്. ഹായ് അജു, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഗഗനാചാരിനെ പറ്റി ഫസ്റ്റ് ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അജു വർഗീസാണ് മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസിൽ ഹോട്ട്സ്റ്റാറിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസ് എനിക്കറിയില്ല, പക്ഷെ ഹോട്ട്സ്റ്റാറിൻ്റെ യെസ്, മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസ് ആണ് കേരള സ്റ്റോറി എന്നാണ് ഞാൻ വായിച്ചത്. അങ്ങനെ അല്ലേ? ആയിരിക്കാം, എനിക്കറിയില്ല. അത് പറഞ്ഞിട്ട് ആരെങ്കിലും അതിനെ ഒരു ഇതാക്കിണ്ടല്ലോ, ചെറുതാണെങ്കിലും ബിഗ് പ്ലാറ്റ്ഫോം വന്നത്. അതുപോലെ ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഒരു സയൻസ് ഫിക്ഷൻ ഫ്രാഞ്ചൈസ്. അപ്പോൾ മൈ ക്വസ്റ്റ്യൻ ഈസ്, are you the ശ്രീശാന്ത് ഓഫ് മലയാളം സിനിമ? വേൾഡ് കപ്പ് രണ്ടിലും ഉണ്ടല്ലോ, the right man at the right place. ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ ശ്രീജ. അത് നമുക്കൊരിക്കലും സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിന് നമുക്ക് പ്ലാനിങ്, ഷോർട്ട് ടേം പ്ലാനിങ് പറ്റും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. ഒരു 2 മാസത്തെ കാര്യമോ 3 മാസത്തെ കാര്യം നമുക്കൊരു കണ്ടിന്യൂറ്റി ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതൊക്കെ ഓക്കെ, നമുക്ക് പറ്റും. അല്ലാതെ നമുക്ക് എന്ത് ആയിത്തീരാം, എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ നമുക്ക് ഡോർ ഓപ്പൺ ആയി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു ഐ വാസ് ലക്കി ഇനഫ്. ഗുരുക്കന്മാരുടെ ഒരു ബ്ലെസ്സിങ്, പാരൻസിൻ്റെ ബ്ലെസ്സിങ് എല്ലാം ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ഒരു ഗുഡ് വിൽ അതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഗഗനാചാരിയിലേക്ക് വരുമ്പോൾ ഒരു ഏലിയൻ ഇൻവേഷനും ഒക്കെയാണല്ലോ സബ്ജക്റ്റ്. അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു സ്പേസിൽ ഒരു കോമഡി ചെയ്യുമ്പോൾ അജു കുറേ കോമഡിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു സ്പേസിൽ കോമഡി ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പുതിയ ചാലഞ്ചസോ ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ പൊതുവേ എൻ്റെ ഒരു രീതി ഫുൾ സബ്ജക്റ്റ് ഞാൻ തലയിൽ വെക്കാറില്ല ഒരു സിനിമയുടെ. കേരള ക്രൈം ഫയൽസ് ആണെങ്കിലും ഇപ്പം എന്ത് ചെയ്യണം ഈ ഷോട്ടിനെന്ന് മാത്രമേ ഞാൻ കൂടുതലും, എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളൊരു സ്കെച്ച് അവരിൽ നിന്ന് അറിയാൻ ശ്രമിക്കും. പിന്നെ ഐ കമ്മ്യൂണിക്കേറ്റ് മോർ വിത്ത് ദ ഡയറക്ടർ. ഓക്കെ, ആൻഡ് യു ഗോ ബൈ ദെയർ. അതെ, കാര്യം അത് അവരുടെ ഒരു ബേബിയാണ്, അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അതിൽ ഞാൻ ഇൻവോൾവ് ചെയ്ത് അവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം കൊടുക്കണമെങ്കിൽ ഞാൻ അവരോടൊപ്പം അത്രയും സഞ്ചരിച്ചവനായിരിക്കണം, അല്ലേ? അവർ ചിലപ്പം ഷൂട്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് എത്തുന്നത് ചിലപ്പോൾ അവരുടെ ഒരു 2ാം വർഷമോ 3ാം വർഷമൊക്കെ ആയിരിക്കും. ഈ ഒരു സീഡ് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ഷൂട്ടിലോട്ട് എത്തുന്ന ഒരു പോയിന്റ്. ഞാൻ ചിലപ്പം അതിലോട്ട് വന്നേക്കുന്ന ചിലപ്പോൾ 1 മാസം മുന്നെയോ 2 മാസം മുന്നേ ആയിരിക്കും. എനിക്ക് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനതിന് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ശരിയല്ല. കോൺട്രിബ്യൂഷൻ എന്നുള്ള സെൻസിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ഇപ്പോൾ ഏലിയൻ ഇൻവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആങ്സൈറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണല്ലോ, ഒരു ചെറിയൊരു ഹൊറർ ഭീതിയൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ബാലൻസ് ആ ഒരു ചലഞ്ചിങ് ആയിരുന്നു. ഭയങ്കര കോമഡി ഭയങ്കര ലൈറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇതായി പോകുമല്ലോ. എനിക്ക് ഗഗനാചാരിയുടെ കേസ് വരുമ്പം എനിക്ക് കൂടിപ്പോയോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ആക്ച്വലി കുറഞ്ഞതിനേക്കാളും അതന്നെ ഭയങ്കര ലൈറ്റായി, അത് ഭയങ്കര നമ്മൾ നാടകീയത വരുന്നുണ്ടോ, ഡ്രമാറ്റൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. കാര്യം ഇന്ന് ഓവർ ആക്ടിങ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ലൗഡ് എന്നൊക്കെ പറയുന്നതിനെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കാലമായി മാറിയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഈ റിവ്യൂവേഴ്സിൻ്റെ മുഖം എനിക്ക് വന്നോണ്ട്, അതായത്
അപ്പം ചന്തുവും അല്ലെങ്കിൽ വിനീത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിനീതിൻ്റെ നിന്ന് എനിക്ക് വഴക്ക് കിട്ടി. വിനീത് പറഞ്ഞു, കട്ട് വിളിച്ചിട്ട് നീ സീറ്റ് വന്നിരിക്കുമ്പോൾ നീ സംസാരിക്കുന്നതും ക്യാമറയുടെ മുമ്പ് നീ പെട്ടെന്നൊന്ന് സ്ട്രോങ് ആകുന്നു, അതെന്തിനാന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവർ കുറ്റം പറഞ്ഞ കുറ്റമല്ല, തമാശക്ക് പറഞ്ഞ് അഹമ്മദ് കാരണം ഇങ്ങനെ പോയെന്ന്, കേരള ക്രൈം ഫയൽസ് അത് അവൻ്റെ പുറത്ത് പോയി. പക്ഷേ എന്താ അറിയോ, ചില സമയം നമുക്കൊരു കൺഫ്യൂഷൻ വരും ബീങ് ആക്ടേഴ്സ്. നമുക്ക് ഇത് ചിലപ്പോൾ കൂടി പോവോ കുറഞ്ഞു പോവോ. അപ്പം ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ ഡയറക്ടറെ പൂർണ്ണമായും വിശ്വസിക്കണം. എനിക്ക് സംശയം വരുമ്പോഴും ഞാനത് പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഐ എം വെരി ട്രാൻസ്പെറൻറ്റ്. അല്ലാതെ ഞാൻ എല്ലാം റിസീവ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇതിനോട് എതിർപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിലോ ഞാനത് ചോദിക്കും, ഇങ്ങനെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും. അവർ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യും. എൻ്റെ ഇതും കൂടെ എടുത്തു വെക്കും, എന്നിട്ട് നിങ്ങൾ ടേബിളിൽ തീരുമാനിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിന്നൽ മുരളി ഞാൻ ഓർക്കുന്നുണ്ട്, ക്ലൈമാക്സിൽ ടൊവിനോ ഗേറ്റ് പൊളിച്ചിട്ട് പുറത്തിറങ്ങി പോകുമ്പം എൻ്റെ ക്യാരക്ടറായ സിബി പോത്തൻ ടൊവിനോ ഇങ്ങനെ നോക്കുന്നുണ്ട്, അളിയൻ. 2 ടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡബിന് ചെന്നപ്പോൾ സെക്കൻഡ് ടേക്ക് അവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ ബേസിലിനോട് റിക്വസ്റ്റ് ചെയ്തു, ബേസിലെ ഫസ്റ്റ് ടേക്ക് കൂടെ ഒന്ന് കണ്ടു നോക്ക്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടേക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഇതിൽ ബ്ലെൻഡഡ് ആവാം. അദ്ദേഹം അത് കണ്ടിട്ട് അത് മാറ്റം ചെയ്തു തന്നു. അദ്ദേഹം കൺവിൻസ്ഡായി. ആ റിയാക്ഷൻ കുറച്ചും കൂടി ആ സീനിന് നന്നായിരുന്നേനെ. അപ്പോൾ ഇപ്പോൾ അതാ പടത്തിലിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചോദിക്കണമെങ്കിൽ ആ ടേക്ക് അവിടെ ഉണ്ടാവണം. അപ്പോൾ അത് ഞാനിപ്പം ഡയറക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് 10, 15, 20 എത്ര വേണേലും എടുത്തു, ഞാൻ നിങ്ങളുടെ ടൂളാണ്, എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ജോലിയും നിങ്ങൾക്ക് പറയുന്നത് ചെയ്യാം. 1, 2 എനിക്കും കൂടെ എടുത്തുനിന്ന് വെക്കുമോ. എപ്പോഴും എല്ലാ ഷോട്ടും അല്ല, ചില സമയത്ത് നമുക്ക് തോന്നാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് അവിടെ ജഡ്ജ്മെൻറ്റ് കിട്ടൂല പലപ്പോഴും. എപ്പോഴും നമുക്കൊരു ടോട്ടാലിറ്റി മനസ്സിലില്ലാത്തതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ റിവ്യൂവേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഒരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തോട്ട് യു ആർ ടേക്കിംഗ് എ ബാക്ക് സീറ്റ് സംടൈംസ്. പല സ്ഥലത്തും ഗോകുൽ സുരേഷ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഐ ഫെൽ ലൈക്ക് യു കുഡ് ഹാവ് ഡൺ ദോസ് സീൻസ് ഈക്വലി വെൽ. ആ സീൻസ് ഒക്കെ യു വുഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ മേ ബി, ബട്ട് യു വുഡ് ഹാവ് ഷൈൻഡ് ഇൻ ദോസ് സീൻസ് ബിക്കോസ് കോമഡി ഈസ് യുവർ സ്പേസ്. സോ അത് ഒരു ഇപ്പോൾ പഴയ ചില ഫിലിംസിലൊക്കെയും ഐ ഓഫൻ ഫെൽ ലൈക്ക് ഇത് കുറച്ച് കൂടി പോയോ, അജു വർഗീസ് ഇത്രയും വേണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എന്നാൽ മേ ബി ഒരു ഇതിൽ വന്നപ്പോൾ അത് ഗോകുൽ സുരേഷ് കുറച്ച് അത് ചെയ്തപ്പോൾ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ടായിരുന്നു അത്. ആൻഡ് വെൻ ദാറ്റ് സർപ്രൈസ് കെയിം ഐ തോട്ട് ഇറ്റ് ആഡഡ് ടു ദ വ്യൂയിങ് എക്സ്പീരിയൻസ്. അത് വളരെ എൻജോയബിൾ ആയിട്ട് വന്നു. ഈക്വൽ ഒരു സ്പേസ് പോലെ വന്നു, ഒരു സർപ്രൈസ് എലമെൻറ്റ് കൂടുതൽ വന്നു. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു വോണ്ട് സർപ്രൈസ് the audience, you will always find ways to surprise. Even in this film there are couple of scenes, but അത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, കുറച്ചൊരു ബാക്ക് സീറ്റ് ആയിരുന്നു. അതിപ്പോൾ മൊത്തത്തിൽ ഇപ്പം ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് അത് എനിക്കെന്നല്ല, എനിക്കൊന്ന് എല്ലാവർക്കും എല്ലാ ആക്ടേഴ്സും അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമർ സീൻ വരുമ്പം ഹ്യൂമർ ചെയ്യാൻ ശ്രമിച്ച് ഹ്യൂമർ ആയില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോവുകയാണ്. അത് ഹ്യൂമർ നമുക്ക് ഡൗട്ട്ഫുൾ ഉള്ളൊരു സമയത്ത് നമ്മൾ അതിനെ വളരെ മെലവാക്കി വിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ ഇല്ലാതെ പോയിക്കോളും. ഞാൻ പറഞ്ഞത് കാണുന്നവർക്കും അരോചകമായി തോന്നില്ല, പ്രശ്നമില്ലാതെ ആ സീൻ ജസ്റ്റ് പാസ് ബൈ ആയിക്കോളും. നമ്മൾ ഇല്ലാത്തൊരു സ്ഥലത്ത് സിറ്റുവേഷൻ ആദ്യമേ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളത് പ്രൈമറിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ സിറ്റുവേഷൻ എനിക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടാവില്ല. കാര്യം ഇങ്ങനത്തെ ഒരു സിനിമ അരുൺ ചന്തുവിൻ്റെ, ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫൈനൽ സിനിമ എന്ന് പറയുന്നത് VFXൻ്റെ സപ്പോർട്ടോടുകൂടി ഫൈനൽ എഡിറ്റ് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് ബാക്കിങ്ങും ഒക്കെ വന്നിട്ട് ഈ മനുഷ്യൻ്റെ മനസ്സിൽ മാത്രമേ സിനിമയുള്ളൂ. അത് എത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ സിനിമ കഥ പറയുമ്പോൾ പറ്റൂല, അല്ലേ? എനിക്ക് തന്നെ പിടികിട്ടില്ല ആദ്യം ഈ എന്താണ് ഈ അപ്പോകാലിപ്റ്റിക് കേരള ഡെസ്ക്ടോപ്പ് കാലഘട്ടമൊന്നും. ഞാൻ സയൻസ് ഫിക്ഷൻ കാണുന്ന ആളല്ല. പോകെയാണ് ഞാൻ ഈ സിനിമയിലോട്ട് മനസ്സിലായി. ഇപ്പോഴും ഞാൻ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ ഒരു സ്ക്രീനിങ് നടക്കുമ്പോൾ കാണുമ്പം ഐ എം ലേണിംഗ് സംതിങ് ന്യൂ. കാര്യം ഇങ്ങനൊരു വിഷൻ ആയിരുന്നോ, എന്തുകൊണ്ട് മല്ലികാമ്മയുടെ വോയിസ് വന്നു, അതിനും പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം ചന്തുവിനുണ്ട്. എന്തുകൊണ്ട് മല്ലികാമ്മ വന്നു, വേറെ വോയിസ് യൂസ് ചെയ്യാമല്ലോ. ഹ്യൂമർ മാത്രമല്ല, അതിനൊരു ഏജും 250 years എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ക്യാരക്ടറിന്. അപ്പം അതൊക്കെ പുള്ളി ചിന്തിച്ച, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഈ സംവിധായകന് മാത്രം മനസ്സിൽ പൂർണ്ണമായിട്ട് ഉള്ളൂ, പിക്ചറുള്ളൂ. അത് എനിക്കൊന്ന് പുള്ളി അത്രയും ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നിൽ എത്തിയിട്ടില്ല.
ഞാൻ അനാർക്കലിയോട് ചോദിച്ചപ്പോൾ അനാർക്കലിയുടെ അവസ്ഥ തന്നെയാണ്. പിന്നെ അനാർക്കലിക്ക് ഭയത്തിന് ഡയലോഗൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇരുന്നാൽ മതി. ബട്ട് ടോട്ടാലിറ്റി വരുമ്പം അതാ പുള്ളിയുടെ വിഷൻ എത്ര രസമുണ്ടെന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ഡയലോഗ്സിന്റെ കാര്യം പറയുമ്പോൾ ഇത് ഡയലോഗ്സ് ഒക്കെയും ഗിവൻ ഡയലോഗ്സ് ഉണ്ടായിരുന്നു ഇംപ്രവൈസ്ഡ് ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. സെറ്റ് വെച്ചിട്ട് അവർ തന്നെ ഇംപ്രവൈസ് ചെയ്ത് തരും. ഞാൻ ഡയലോഗ്സിൽ കൈകടത്താറില്ല. ആക്ടിവിറ്റീസിൽ ചിലപ്പോൾ കൈകടത്തും. ഫിസിക്കൽ ഇംപ്രവൈസ് ഞാൻ അതിന് നിൽക്കാറില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കണം എന്നുള്ള അവർക്കൊരു ധാരണയുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ അതിനെ പോയാലും അജു വർഗീസ് വരാം, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ക്യാരക്ടർ ഫീൽ ചെയ്ത് വിശ്വസിച്ച് പരകായ പ്രവേശനം നടത്തി ചെയ്യുന്ന ഒരാളായിരിക്കണം. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറ്റിയിട്ടില്ല. ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്ന്. പൂർണ്ണമായും എന്നിൽ നിന്ന് മാറി നിന്ന് ഇൻ്റലിജൻസും. മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂ ഞാനത് ഇപ്പോഴും എടുത്ത് എൻ്റെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മമ്മൂക്ക രേഖാ മേനോന് കൊടുത്ത ഇൻ്റർവ്യൂ, അത് ക്യൂവിലെ മനീഷേട്ടന് കൊടുത്തത്. അതായത് കോസ്റ്റ്യൂം ഇട്ട് മേക്കപ്പ് ചെയ്ത് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ വിത്ത് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് പറയുന്നത് ആ ക്യാരക്ടറിൻ്റെ ഇൻ്റലിജൻസ്, ബ്ലഡ് പ്രഷർ വരെ വേറെ ആയിരിക്കും. സോ അത് എത്തുമ്പോൾ നോർമലി ബോഡി ലാംഗ്വേജ് വരെ മാറിക്കോളുന്നു. എനിക്കത് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ അറ്റ്ലീസ്റ്റ് ഫോർ വൺ ഷോട്ട് ഫീൽ ചെയ്യാൻ പറ്റണേന്ന്. പക്ഷെ അത് വരാത്രത്തോളം കാലം എനിക്ക് ഇവരെ വിശ്വസിക്കണം. അപ്പം ഇവരെഴുതി തരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം മാറി നിൽക്കും. ഞാൻ പറയുന്ന പോലെ ഇരിക്കും, ചിലപ്പം വൈബ് പറയുന്ന പോലെ ആവില്ല. ഇതിൽ ആക്ടിവിറ്റീസ് മാറും. ഇപ്പം നമ്മൾ ഡയലോഗ് റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ അവിടെ പലപ്പോഴും ആക്ടേഴ്സിന് തന്നെയാണ് ഡയറക്ടേഴ്സ് ഫ്രീഡം തരുന്നത്. എല്ലാവരും തരാറുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, നടന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് എടുത്ത് പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും കാലം കോമഡി റോൾസ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള, എനിക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ ഹിന്ദി പറയുന്നതും തമിഴ് പറയുന്നതൊക്കെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു പുതിയൊരു സംഭവമായിട്ട് തോന്നി. അത് കോൺഷ്യസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ട് ചെയ്താണോ? ഇല്ല, ഇതിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചന്തുവിനെ, എൻ്റെ ക്യാരക്ടറിനെ, ഒരു ക്യാരക്ടറിനെ എന്നെ പേഴ്സണലി അറിയാവുന്നുണ്ട്. പുള്ളിക്ക് എന്നെ ആ പഴയ ഹ്യൂമർ പരിപാടി ഇഷ്ടമാണ്. ഞാനത് നിർത്തിയതല്ല. പ്രേക്ഷകരുടെ കമൻസ് വന്ന് ഇത് ടൈപ്പ് കാസ്റ്റഡ് ആയിരിക്കും. ടൈപ്പ് കാസ്റ്റഡ് എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു, ടൈപ്പ് കാസ്റ്റഡ് ആവുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അത് അരോചകമായി മാറുന്നു എന്ന് തോന്നൽ ചന്തു ഉൾപ്പെടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഹെലൻ വന്നതും കമല വന്നതും സാജൻ വന്നതും മേപ്പടിയാൻ അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ചൂസിങ് എന്താ പറയാ സീരിയസ് ക്യാരക്ടേഴ്സ്. കാര്യം മാറി ചെയ്തേ പറ്റൂന്ന് നിർബന്ധിതനായി മാറി. ഫീനിക്സും ഒക്കെ വന്നത്. അപ്പം അത് ചെയ്തപ്പം എൻ്റെ അടുത്ത് ഇപ്പം എല്ലാവരും പറയുന്നു പഴയത് മിസ് ചെയ്യുന്നു. അപ്പം അതൊരു കൺഫ്യൂസിങ് കാര്യമാണ്. എനിക്കൊന്നും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പഠിക്കുക എന്നുള്ളതാണ് നല്ലത്. പക്ഷെ ബാലൻസിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം, ഒരു ക്യാരക്ടർ ആക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ ഭാവങ്ങളും വരിക. സങ്കടം, സന്തോഷം, എല്ലാ ഭാവങ്ങളും പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇമോഷൻ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതിലോട്ട് അത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഇപ്പോൾ ഈ ക്യാരക്ടർ റോൾസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള മുമ്പും കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് കുറേ എപ്പോഴും ചാലഞ്ചിങ് ആണോ? അങ്ങനത്തെ ഒരു കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്? സീരിയസ് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ഇമോഷൻ. എങ്ങനെയാണ് ഒരു നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒരുപാട് പോവരുത്, പക്ഷെ ചാലഞ്ചിങ്ങും ആവണം. എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യാൻ? ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. കാര്യം അത് അനുസരിച്ച് ഒരു എഴുത്തുകാരൻ നമുക്ക് വേണ്ടി അങ്ങനത്തെ ഒരു സാധനം പ്ലാൻ ചെയ്ത് അത് ഒരു ത്രൂ ഔട്ട് ഉള്ളൊരു സബ്ജക്റ്റിൽ അതിനെ പ്ലേസ് ചെയ്ത് കിട്ടണം. ഒരു ഹ്യൂജ് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിന് നമുക്ക് എനിക്കതിപ്പം നടത്തിയെടുക്കുക എന്നുള്ളതാണെങ്കിൽ ആഗ്രഹം പറയാം, നമ്മുടെ സുഹൃത്തുക്കളോട് പറ്റും. അത് എഗെയിൻ വന്ന് കിട്ടാൻ ചിലപ്പം യോഗം വേണം. പക്ഷെ കിട്ടിയിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. ഇപ്പോൾ ഫീനിക്സ് വാസ് സംതിങ് ലൈക്ക് ദാറ്റ്. മുഹമ്മദ് KCF ആയിട്ട് വന്നതും ഞാൻ പറഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും അത് വന്നു. ഇപ്പം മേപ്പടിയാൻ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ. ഹെലൻ എനിക്ക് കൊണ്ടു തന്നതാ. ഹെലൻ കൊണ്ടു തന്നതിന് മുമ്പ് ഞാൻ നോബിൾ പറഞ്ഞറിഞ്ഞേ. നോബിൾ എന്നോട് ഹെലൻ ചെയ്യുന്ന വിശേഷം പറഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, എടാ അതിൽ പോലീസായിട്ട് എന്തെങ്കിലും വേണം, പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് ഞാൻ പാറാവുകാരൻ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എന്ന്. അതെനിക്ക് ഓർമ്മയില്ല. അതാണ് SI രതീഷായി മാറിയെന്ന് എന്നെ കാസ്റ്റ് ചെയ്യാൻ.
ഞാൻ പറഞ്ഞത് ഇതാണെന്നാണ് പറയുന്നത്. അതിൽ വല്ല പാറാവുകാരൻ്റെ വേഷം പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വന്നോളാം എന്ന് ഞാൻ തമാശ പറഞ്ഞു. പക്ഷെ അതാണ് ഒരു തോട്ട് ഉണ്ടായി, അതുകൊണ്ടൊരു വേഷം കിട്ടി. ഏത് എങ്ങനെ അത് എനിക്കത് ഒരുപാട് എൻ്റെ ഫസ്റ്റ് ഉള്ള ക്യാരക്ടർ ഫസ്റ്റ് റോളാണ്. ഇപ്പം രഞ്ജിത് ശങ്കർ സാറിന്റെ സിനിമകളിൽ എനിക്ക് ക്യാരക്ടർ റോൾസ് കിട്ടിയിട്ടുണ്ട്. സുധി വാൽമീകം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു റോൾ. ജയേട്ടൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫിലിംസ് ആണ്. നമ്മളുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനത്തെ ഒരു വേഷം, അങ്ങനത്തെ ഒരു സിനിമ വളരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ കുറേ കോമഡി ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലോ. അവർ കോമഡി ആക്ടേഴ്സാണ്, നോൺ കോമഡി ആക്ടേഴ്സ്. ഇതിൽ വരുമ്പോൾ ഗോകുൽ സുരേഷ് ഇസ് നോട്ട് എ നോൺ കോമഡി, ഇസ് നോട്ട് അറ്റ്ലീസ്റ്റ് നോൺ ഫോർ കോമഡി, ഫോർ ദ ഓഡിയൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഡൈനാമിക്കിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയായിരുന്നു? അത് വാസ് ഇറ്റ് ലൈക്ക് ഡിഡ് ഇറ്റ് ക്യാച്ച് യു ഓഫ് ഗാർഡ് ഓർ സംതിങ്? ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നോ? ഗോകുലും ചന്തുവായിട്ടുള്ള ഒരു ബന്ധം, എനിക്ക് ചന്തുവായിട്ടുള്ള ബന്ധം ഒരു സൈഡിൽ നിന്നുള്ള പോലെ അവരുടെ ഇടയിൽ ഒരു നല്ല കെമിസ്ട്രി ഉണ്ട്, ഒരു ബ്രദർലി ഒരു അഫെക്ഷൻ ഉണ്ട് രണ്ടുപേരും തമ്മിൽ. തിരിച്ച് എനിക്കും ഗോകുലിനോടുള്ളതും അത് തന്നെയാണ്. കാര്യം കണ്ട കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുത്തുഗവ് എന്നോട് പറഞ്ഞ സിനിമയാണ് ബിപിൻ ദാസ്. ഞാൻ ലീഡ് ചെയ്യാൻ അന്ന് അത് കോളേജ് ബോയിൻ്റെ വേഷമാണ്. അന്ന് ഐ തിങ്ക് ഞാൻ 30 അടുത്ത് എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു. പിന്നെ ഞാൻ ലീഡ് ചെയ്യാൻ അങ്ങനെ ഡെസ്പറേറ്റ് അല്ല. അപ്പോൾ എനിക്ക് 2 കാരണങ്ങൾ കൊണ്ടും ബിബിനിൽ നിന്ന്, പക്ഷെ ബിബിൻ്റെ ആ സിനിമ എനിക്കറിയായിരുന്നു. മുത്തുഗവ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നിപ്പം വീണ്ടും എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു അയാളുടെ മേക്കിംഗ് സ്റ്റൈലും പാറ്റേണും. അപ്പം അങ്ങനെ ഗോകുലിൻ്റെ ആ സിനിമയിൽ പൂജയുടെ അന്ന് ഞങ്ങളുണ്ട്. ഗോകുലായിട്ടൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും നാളായി. വളരെ ഇന്ന് നമ്മൾ പുറത്ത് ഇപ്പം രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഗൂഗിളിനെയാണ് ഓഡിയൻസസ് കൂടുതൽ ആവശ്യമില്ലാതെ. അത് അയാളല്ല ഉത്തരം പറയേണ്ടതും, അതാ തമാശ. അയാൾ വളരെ എന്താ പറയുക, ഒരു സോഫ്റ്റ് സ്പോക്കൺ, ആളുടെ സോഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഏരിയയിൽ പുള്ളി വളരെ കംഫർട്ടബിൾ ആയ ഒരു സർക്കിളിൽ എത്തുമ്പോൾ പുള്ളി വളരെ ഈ പറഞ്ഞ നമ്മളുടെ ആലനാണ്, ഒരു തക്കുടു ക്യൂട്ട് അദ്ദേഹമാണത്. അപ്പോൾ അതിനെ ചന്തുവിന് ഓൺ സ്ക്രീൻ എത്തിക്കണമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഗണേഷ് ഏട്ടൻ അഗെയിൻ ഒരു മേജർ റീസൺ ആണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ചുറ്റും നമ്മൾ കഥകൾ കേൾക്കാൻ രസമാണ്. നമുക്ക് ആ പത്തനാപുരം സ്ലാങ്ങിൽ ഓരോ മലയാള സിനിമയുടെയും ലോകത്ത് അദ്ദേഹം സഞ്ചരിച്ച രാജ്യങ്ങളിലെ കഥകളും ഒരു എൻസൈക്ലോപീഡിയാണ്. കാര്യം എന്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. ബിക്കോസ് പൊളിറ്റിക്സിൽ ഇരുന്നിട്ട് കൂടിയും രാഷ്ട്രീയത്തിൽ ഇരുന്നിട്ട് കൂടിയും ഇത്രയും ലോക പരിചയവും ലോകത്ത് നടക്കുന്ന എല്ലാ അപ്ഡേറ്റ്സും, ഈവൻ ഇലക്ട്രോണിക് റിലേറ്റഡ് അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അല്ലേ, അതിനെ വരെ അദ്ദേഹത്തിന് കാര്യം അപ്ഡേറ്റഡ് ആണ്, വായിച്ചും കണ്ടും പോയി പഠിക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഗണേശേട്ടൻ്റെ ചുറ്റും ഇരിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും നർമ്മം ഉണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമർ വരുമ്പോൾ എപ്പോഴും ഒരു ഇൻഹിബിഷൻ ബ്രേക്ക് ആവും. നമ്മളവിടെ നമ്മളറിയാതെ നമ്മൾ എല്ലാവരും കൂടി ഒരു ബോണ്ട്, ഒരു ഇൻവിസിബിൾ ബോണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ അത് ഗഗനചാരിക്കുണ്ടായിരുന്നു. ഇപ്പോൾ മലയാളം സിനിമയുടെ കുറേ കോൾ ബാക്സ് ഉണ്ടല്ലോ ഈ പടത്തിൽ, ഒരുപാട് റെഫർ ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണം തട്ടത്തിൻ മൊമെന്റ് ഉണ്ട്. അതൊക്കെയും അജുവിന്റെ കോൺട്രിബ്യൂഷൻ ആയി? അല്ലല്ല, ചന്തു തട്ടത്തിൻ മറയത്തിന്റെ പോസ്റ്റർ ഡിസൈനറാണ്. ഫസ്റ്റ് ലുക്ക് തൊട്ട് ചന്തു ആണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിനീതിന്റെ ആ സമയത്ത് ക്ലോസ് കോണ്ടാക്റ്റിലിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഡയലോഗ് നിവിനെ കൊണ്ട് റിഹേഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ ചന്തു കൂടെ ഉണ്ട്, തലശ്ശേരിയിലുണ്ട്. അപ്പോൾ അതിന് കൊടുത്തൊരു ട്രിബ്യൂട്ടാണത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മലയാള സിനിമയിലെ തന്ന ആൾക്ക് പുള്ളി കൊടുത്തൊരു ട്രിബ്യൂട്ടാണ്. ഈ റെഫറൻസസ് എല്ലാം വൈ ഓൾവേസ് കോൺഷ്യസ് ഓഫ് ദീസ് റെഫറൻസസ്? ഫസ്റ്റ് തന്നെ ചത്ത് 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 അല്ല, ഇതൊക്കെ ചന്ത് ഷൂട്ട് ചെയ്യുമ്പോഴേ പുള്ളിയുടെ ഷൂട്ടിംഗ് പാറ്റേൺ ഭയങ്കര രസമാണ്. അതാ ആദ്യം ഷൂട്ട് ചെയ്തത്. അതെ, നമ്മൾ ഇരുട്ടുമുറിയിൽ നിന്ന് പേടിച്ചോടുന്നു. അപ്പോൾ ചേട്ടാ ഇപ്പം ഈ മുറിയിൽ നിന്ന് ചേട്ടാ, അപ്പം എനിക്കും കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ പറയില്ല ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുള്ളൂ. ചേട്ടാ ഇപ്പം ഇവിടുന്ന് പേടിച്ച് ഓടുന്നതാണ്. ഞാൻ പേടിച്ചോടി. താഴെ എത്തുമ്പോൾ ചേട്ടാ ഗോകുലിൽ കിടക്കും. ഗോകുലിൽ ചെന്നിട്ട് നമ്മൾ ഉണർത്തുന്നു. അങ്ങനെയാണ് ആ സീക്വൻസ് തുടങ്ങുന്നത്. ഏതാ അതിൻ്റെ അകത്തെ ആ ഒരു സീക്വൻസിൽ. പിന്നെ ഈ ഗണേശൻ്റെ കൂടെയുള്ള ഈ വാൾപ്പയറ്റിൽ എനിക്ക് വാൾപ്പയറ്റ് ചെയ്യുമ്പം എനിക്ക് പിടിയിടുന്നില്ല ഇതെന്താണെന്ന്.
സിനിമ കാണുമ്പോഴാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പം ആ സമയത്ത് ചത്തു 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 ആക്ച്വലി മുകേഷ് ചേട്ടൻ്റെ ആണ്. ഒരു പരിപാടി ഉണ്ടല്ലോ ചത്ത് അത് ആണ്. അത് തന്നെയാ അത് ഓ. അത് താങ്കൾക്ക് കിട്ടിയല്ലേ? ആ, അത് എനിക്ക് അതും കിട്ടി. ശാല റിമൈൻഡ് യു ഓഫ് ആ, സംതിങ്. അതെ. അതൊക്കെ ഭയങ്കര രസമായിട്ട് ഓക്കെ. വന്നിട്ടുണ്ട്. അത് സുരേഷ് ചേട്ടൻ്റെ സ്ഥാനം അല്ല മമ്മൂക്കയുടെ സോറി നമുക്കടെ നരസിംഹത്തിലെ. അപ്പം അങ്ങനത്തെ ഇത് ഇപ്പോൾ സി ഐ ഡി ഈവൻ മൂസ ആ രാഘവൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് മണിച്ചിത്രത്താഴിലെ രാഘവനാണോ? അത് മനുഷ്യത്തിലുള്ള രാഘവനല്ല, ആക്ച്വലി അത് വേട്ടയാള് വിളയാടിലെ അതെ. ആ രാഘവനാണ്. ഓക്കെ, അതിലാണോ? ചന്തുവിന്റെ ഫേവറേറ്റ് ഒരെണ്ണമാണ്. ഓ, nice. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന് കൊടുത്ത ട്രിബ്യൂട്ടാണ്. ഓ. അപ്പം ഇപ്പം സി ഐ ഡി മൂസ ഉം. കാണുമ്പം ഏലിയാമ്മ ചിരിക്കുമ്പം ഉം. ഞാൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, കഴിയാറിഞ്ഞോ അല്ല കഴിയാറായോ? ഉം. അതായത് വി സ്റ്റിൽ വുഡ് ലവ് ടു ജോയിൻ വാച്ചിങ് സി ഐ ഡി മൂസ. അത് പകുതിയാണെങ്കിലും അതെ. കഴിയാറായെങ്കിലും ആ, നമുക്കൊരു അങ്ങനെയാണ്. പ്രേക്ഷകൻ ഒന്ന് പോയി ഇരിക്കുമല്ലോ ടി വിയുടെ ഉം, മുന്നിൽ ഉം, വീണ്ടും. ഉം, അത് അങ്ങനെ പറ്റുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു റിലീസിന് മുന്നേ ഇത് ടൂ മച്ച് ആവുന്നുണ്ടോ എന്ന്. ഉം. അതായത് സോറി റിലീസിന് മുന്നേ അല്ല, ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഉം. ഞാൻ ചന്ദ്രനോട് ചോദിച്ചു, നമുക്ക് ഇടയ്ക്ക് പറയുമ്പോൾ രസമാണ്, ഉം. ഇത് ടൂ മച്ച് ഓഫ് എന്താ പോപ്പ് കൾച്ചർ റെഫറൻസുകൾ വന്നാൽ അത്. അപ്പോൾ പുള്ളിക്കത് കോൺഫിഡൻ്റ് ആയിരുന്നു. ഉം. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു തലമുറയെ നന്നായി റീഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പരിധി വരെ അതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് ശരി. അപ്പം അദ്ദേഹത്തിന് ആ റീഡിങ് ഉണ്ട്. ഉം. അപ്പം അതിന്ന് തെളിഞ്ഞു. ഓക്കെ. എൻ്റെ പല സംശയങ്ങളും ഉം. വേണ്ടാന്ന് ഞാൻ വെപ്പിച്ച് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് അത് വേണ്ട ഭയങ്കര ചളിയായിരിക്കും എന്ന് തോന്നിയൊരു സാധനം എനിക്ക് വേണ്ടി Kept it. റിമൂവ് ചെയ്ത് തന്നു. ഓ, റിമൂവ്ഡ്. റിമൂവ് ചെയ്ത് തന്നു. എനിക്ക് ആ ബോധം പോയി കഴിഞ്ഞിട്ട് ഞാൻ പറയും അണ്ടർ കവർ ഏജൻ്റ് ആണോ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് എന്നെ സൈഡ് സീറ്റിൽ ഇരുത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഡയലോഗുകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എടാ അത് കൂടി പോകുന്നുണ്ട്, വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിർബന്ധം പിടിച്ചിട്ട് അത് ഒഴിവാക്കി തന്നു. പക്ഷെ പുള്ളി ഇന്ന് പറയുന്നു അത് നിങ്ങൾ കാരണം ഞാൻ ഒഴിവാക്കിയത്, അത് നല്ലായിരുന്നു, ചിലപ്പോൾ വർക്കായാലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു ഇത് തിരിഞ്ഞിരുന്നെങ്കിൽ ഇത് മുഴുവൻ ഞാൻ ചുമന്നുകൊണ്ട് ട്രോളായിട്ട് പോകേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഇതിലെ ഈ ഒരു യൂണീക്ക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലിയൻ, ഐ ഡോണ്ട് നോ വെദർ വി ക്യാൻ റിവീൽ ദ പ്ലോട്ട് ഓർ എനിത്തിങ്. പിന്നെന്താ, ഇപ്പോൾ ഒരു ഏലിയനെ ഒരു ഹ്യൂമൻ ഫോമിലൊക്കെയാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊരു ഒബ്ജക്റ്റിഫിക്കേഷനും ഒക്കെ നടക്കുന്നുണ്ട്, അതിൽ കുറേ ഹ്യൂമർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹ്യൂമർ വരുമ്പോൾ വേ യു ലൈക്ക് കൺസേൺ ഇത് കുറച്ച് കൂടി പോകും, ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻ യു ഡു ജസ്റ്റിസ് ടു യുവർ റോൾ, യുവർ ക്രാഫ്റ്റ്? റോളിന് പറ്റില്ല, പക്ഷെ സംവിധായകന് തീർച്ചയായിട്ടും ഈ പുള്ളി വളരെ കോൺഷ്യസ് അതിൽ. ചന്തു, സായി റൈറ്ററും ഇവര് അതിൻ്റെ വക്താക്കളിലൊരുത്തരാണ്. അപ്പം അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. കാര്യം ഇന്ന് നമ്മൾ പണ്ട് പടത്തിൽ പറഞ്ഞാൽ ദുബായ് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ദുബായ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? ആ പടത്തിൽ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം ലോകത്തുണ്ട്, അത് നമുക്കറിയില്ല എന്ന് വെച്ചാൽ അതില്ല എന്ന് പറയാൻ പാടില്ല. അപ്പം ഞാനത് ഉണ്ടെന്നുള്ള ഇപ്പോഴത്തെ പുതിയ തലമുറ പറയുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ തെറ്റാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ടതാണ്, ബോഡി ഷെയ്മിങ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് അവർക്കറിയാം, അവർക്ക് ന്യായങ്ങളുണ്ട്. ഇല്ല അത് ശരിയാണ് കുഴപ്പമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം ഇവർ രണ്ടുപേരും അതിനെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, എത്ര വരെ പോകാം. ഒരു ക്യാരക്ടറിൽ അത് പറയുകയാണെങ്കിലും ഇപ്പോൾ വൈബിൻ്റെ ക്യാരക്ടറാണെങ്കിൽ അത് പറഞ്ഞെങ്കിൽ അയാൾ അങ്ങനത്തെ ഒരു ഊളയാണ്, അങ്ങനെ ഊളയ്ക്ക് അത് പറയാം. അവനെ അവർ സെലിബ്രേറ്റ് ചെയ്ത് എന്താ പറയാ ഇത് ചെയ്യുന്നില്ല, വൈറ്റ് വാഷ് ചെയ്യുന്നില്ല. അവനപ്പോഴും കൂടെ നിന്ന് അവന് ആ ഒരു ഇതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്കത് പറയാം. അങ്ങനെയാണല്ലോ നമ്മൾ എന്താ പറയുക, ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നത് അങ്ങനെയാണല്ലോ. ഈ പറയുന്ന പോലെ ഏത് അല്ലെങ്കിൽ 1 and 0 എന്ന് നമുക്ക് പറയാം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് എഗെയിൻ പൊളിറ്റിക്കലി ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിപ്പോവും പറയുന്നത്, അതുകൊണ്ട് ഞാൻ പുൾ ബാക്ക് ചെയ്യുന്നു. 1 and 0 എന്ന് പറയുന്ന എപ്പോഴും ഒരു ഉത്തരം വേണം, ഇല്ലെങ്കിൽ ഉത്തരം പാടില്ല, ഒരു ക്ലാരിറ്റി വേണം. മോശമാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേണം, എന്നാലല്ലേ നല്ല ക്യാരക്ടറിനെ ഹൈലൈറ്റഡ് ആവുള്ളൂ. പുറത്തോട്ടിറങ്ങി ഇതൊക്കെ ഉണ്ടല്ലോ, റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റിയാണ് സിനിമ എന്ന് വെച്ച് നാളെ അയാളെ ഗ്ലോറിഫൈ ചെയ്യരുത്. അയാൾ നല്ലവനാന്ന് അവസാനം വരുത്തി വെക്കരുത്. ഇതൊക്കെ അവൻ ചെയ്തിട്ട് അവൻ ആദ്യമായി നല്ലവനാന്ന് പറയരുത്, അവൻ നല്ലവനല്ല. അങ്ങനെയാണെങ്കിൽ അത് കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ്സിനെ പറ്റിയൊക്കെയും തുടക്കത്തിലേ അറിയായിരുന്നോ ഇതൊരു ഫ്രാഞ്ചൈസ് ആയിട്ട് ആയിരിക്കും? ഇതിൻ്റെ ഈ മണിയൻ ചുറ്റപ്പ് എന്ന് പറഞ്ഞ ചന്തു ഇപ്പം അനൗൺസ് ചെയ്ത സുരേഷ് സാറിൻ്റെ സിനിമ, അതിൻ്റെ ഒരു സീക്വൽ പ്രീക്വൽ ഓർ സ്പിൻ ഓഫ് ആണോ? അപ്പം സീക്വലും ആണ് പ്രീക്വലും ആണ് സ്പിൻ ഓഫ് ആണ്. അതെന്താണെന്ന് എനിക്കും പിടികിട്ടില്ല, അതൊക്കെ ചന്തുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്, എന്താ പറയുക ടെക്നിക്കൽ ജാർഗൻസ് ആണ്. പക്ഷേ ഈ
നമ്മുടെ പടത്തിലുണ്ട് ഈ മണിയൻ ചിറ്റപ്പൻ റെഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. പൃഥ്വിരാജിൻ്റെ ഫോട്ടോ ആണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അത് ആ സമയത്ത് എനിക്കൊന്ന് ഒരു ഫാൻ ട്രിബ്യൂട്ടായിട്ട് വെച്ചതാണ്. പക്ഷേ ഇതൊരു യൂണിവേഴ്സായിട്ട് പുള്ളിയുടെ മനസ്സിലുണ്ട്. ഇതിൽ പലതും പിന്നെ എനിക്കിത് മനസ്സിലാവാറില്ല. ഇവരുടെ ഈ ബിൽഡിംഗ് ഒന്നും എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ. അത് പുള്ളിയുടെ സിനിമ പുള്ളി ഉണ്ടാക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് കാണുമ്പോൾ ആസ്വദിക്കാം. അല്ലാതെ അതിൻ്റെ ഒരു ക്രിയേഷനിൽ ഇരുന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. ഒരു സിമ്പിൾ ഫോർമാറ്റ് അല്ല ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫോർമുല പടമല്ല. ഇപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പടമാണെങ്കിൽ സിമ്പിളാണ്, ഫോർമുല ഡ്രിവൺ ആണ്. ഇവിടെ ചിരിപ്പിക്കാൻ നോക്കണം, അവിടെ പാട്ട് പാടണം, അവിടെ കുറച്ച് കളർ വേണം, ഇവിടെ എന്താ പറയുക ഒരു അതിനൊരു ഫോർമുലയുണ്ട്. ഇതല്ല. ഇത് ഒന്ന് ജോണർ ഏതാന്ന് തന്നെ, ഒരു ഹ്യൂമറാണോ, സയൻസ് ഫിക്ഷൻ ആണോ, മോക്യുമെൻ്ററി ആണ്. മോക്യുമെൻ്ററി എന്താണെന്ന് ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യണം. കണ്ട പ്രേക്ഷകർ കുറവാണ്. പക്ഷെ എന്നാലും അദ്ദേഹം സക്സസ്ഫുൾ ആയപ്പോൾ ഭയങ്കര സന്തോഷമായി. ബിക്കോസ് പ്രൊമോഷൻ കറക്റ്റായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു വിഷനിൽ എനിക്ക് തോന്നിയ മതിപ്പ്. ആദ്യമേ പ്രേക്ഷകരോട് പറയുന്നു, എൻ്റെ സിനിമ ഇതാണ്, ഇത് അറിയാവുന്നവരോ താല്പര്യപ്പെടുന്നവരെ വരാവുള്ളൂ, അല്ലാത്തവർ വന്ന് നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത്. അല്ല, നിങ്ങൾക്കിത് താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വരൂ, എന്നിട്ട് നിങ്ങളുടെ വേർഡിക്റ്റ് പറയൂ. പക്ഷെ ഇത് ഇഷ്ടമേ അല്ലാത്തവർ ഡോണ്ട് കം. നമ്മൾ ഡിസീവ് ചെയ്തില്ല, ഇതൊരു ഭയങ്കര കോമഡി പടമാണെന്ന് ഭയങ്കര രസമുള്ള അല്ല. ഇറ്റ്സ് എ മോക്യുമെൻ്ററി. ആ ട്രെയിലറിലും ടീസറിലും ഒക്കെ ലേമാൻസ് ഇതിൽ പറയുകയാണെങ്കിൽ ഒരു വട്ടം ഉണ്ടെന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ടേൺ ഔട്ട് കാണുമ്പോൾ അതിൻ്റെ കളക്ഷൻ ഫിഗേഴ്സ്, ഞാൻ അങ്ങനെ വലിയ ഫിഗേഴ്സ് എന്ന് പറയുന്നില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു കളക്ഷൻ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഇത് ചെയ്തത് കോവിഡ് ടൈമിലാണോ? കോവിഡ് കഴിഞ്ഞു, സെക്കൻഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞു, 2021 ഇതിന് ശരിക്കും ആക്ച്വലി ഈ ഒരു ഇന്റർനാഷണൽ റീച്ച് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ 1.5 വർഷം നമുക്ക് എൻ്റെ VFX ഒരുപാട് ടൈം എടുത്തു. ഓൾമോസ്റ്റ് 1.5 വർഷം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരുപാട് ഫെസ്റ്റിവൽസിന് അയച്ചു. അപ്പം ഇത് റിലീസ് ചെയ്യാൻ വേറൊന്നുമല്ല, ഈ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ ഇത് മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഒരു ഫിയർ ഉണ്ടല്ലോ. OTTയിൽ വിടാമെന്ന് ആദ്യം വെച്ചിരുന്നത്. അപ്പോഴാണ് ആ ഒരു സമയത്ത് ചന്തു ഇതിനെ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ വിട്ടു. 25ഓളം അവാർഡ് കിട്ടി. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ഇത് ഞാനൊക്കെ തമാശക്ക് പറയും, നീ കയ്യിൽ വെച്ചേക്കുന്ന എന്തോ വലിയ സാധനമാണ്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി, മൂല്യമുള്ള എന്തോ ഒരു സാധനമാണ്. ഇപ്പോൾ റിലീസായി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സന്തോഷം അതാണ്. ചെറിയ സിനിമയ്ക്ക് ബിസിനസ്സുകളൊക്കെ നടക്കാന്ന് പറയാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ റിലീസായി കഴിഞ്ഞ് പ്രൊഡ്യൂസർക്ക് ഓരോ പ്ലാറ്റ്ഫോംസും ഇങ്ങോട്ട് വിളിക്കുക, അവർക്ക് ഡീൽസ് സംസാരിക്കാമെന്ന് പറയുമ്പം നമുക്ക് പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. ബിക്കോസ് മലയാള സിനിമ ഇന്ന് 2024 എത്തി. ഇനി മുന്നോട്ട് പോകുമ്പം ആ ചേഞ്ചിനും ആ ക്രിറ്റിസിസവും തന്ന് നമ്മളെ കറക്റ്റ് ചെയ്തത് പൊതുജനമാണ്, പ്രേക്ഷകരാണ്. അവർ കാരണമാണ് ഇന്ന് ഈ എന്താ പറയുക ഈ മാറ്റം വരുന്നത്. നമ്മളെ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് സംസ്ഥാനത്തെ പ്രേക്ഷകർ നമ്മളുടെ സിനിമയെ നോക്കിക്കാണുന്നത്. അപ്പം ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയാം. വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങൾ ഫിനോമിനൽ തോട്ട്സ് ആയിട്ട് നമുക്ക് മലയാള സിനിമ ഞെട്ടിക്കുന്ന എനിക്ക് വിശ്വാസം. അപ്പോൾ ഇനി എന്താ ഫ്യൂച്ചർ റിലീസുകളായിട്ട് ഇനിയിപ്പം കേരള ക്രൈം ഫയൽസ് 2 ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു എക്സ്റ്റൻഷൻ, മനോജിന്റെ ക്യാരക്ടർ ഗസ്റ്റ്, ലീഡൊക്കെ വേറെയാണ്. ഒരു ഗസ്റ്റ് റോള് അത് അഹമ്മദിന്റെ അല്ലേ, അപ്പോൾ അതൊരു രസമുള്ളൊരു, അവൻ്റെ കൂടെ എനിക്ക് അങ്ങനെ ഒന്നും ചോദിക്കാറില്ലേ. പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ട്സ്റ്റാറിൻ്റെ തന്നെ വെബ് സീരീസ്. ഇപ്പം കേരള ക്രൈം ഫയൽസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പേരിലൂർ ചെയ്ത് സൈക്കോ ബാലന്തർ. അപ്പം അതിൽ നിന്നും മാറി ഈ രണ്ടും അല്ലാത്തൊരു സാധനമാണ്, ഒരു വസന്തമാണ് ബേസിക്കലി. പപ്പൻ എന്നും പറഞ്ഞിട്ട് നീരജാണ് ലീഡ് ചെയ്യുന്നത്, ഗൗരിയും അവർ രണ്ടുപേരും. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ടൊവിനോയുടെ ഒരു സിനിമ. പിന്നെ റാംസാറിന്റെ ഡയറക്ടോറിയലിൽ തമിഴിലൊരു സിനിമ, മിർച്ചി ശിവാങ്, ഗ്രേസ് ആന്റണി ലീഡ് ചെയ്യുന്നത്. പിന്നെ പ്രഭുദേവ സാറിൻ്റെ കൂടെ റോമാൻ സാർ, പ്രഭുദേവ സാർ മൂൺ വാക്ക് എന്ന് പറഞ്ഞു. ഇത് ഓൺഗോയിങ്. എനിക്ക് ലാസ്റ്റ് ചോദിക്കാനുള്ളത്, ഇപ്പോൾ എനിക്കിത് ചോദിക്കണമെന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സിൻസ് യു മെൻഷൻ ഇറ്റ് സംവെയർ, your characters, a lot of your characters have these
എരപ്പാളി, ഉം. അലവലാതി ഉം. ഒരു സംഭവം ശാന്തി തൊട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടത്തില് തേർഡ് ഡയലോഗ് അങ്ങോട്ട് അലവലാതി എന്നിട്ട് ഫോൺ വയ്ക്കുന്ന ഒരു സംഭവമാണല്ലോ. ബട്ട് ഇറ്റ് സംഭവം കോട്ട് ഓൺ ടു സം ഓഫ് യുവർ ക്യാരക്ടർ. പാര വെക്കുന്നത്. പക്ഷെ അജുവേട്ടനെ എപ്പോൾ കണ്ടാലും വി ഹാവ് ദാറ്റ് ലൈക്കബിൾ, യു ഹാവ് ദാറ്റ് ലൈക്കബിൾ ക്വാളിറ്റി. ഏതൊരു പടത്തിൽ ഒരു കാറിൽ കയറുന്ന ഒരു സീനിൽ അങ്ങോട്ട് ഒരു ഏതോ ഒരു പടത്തിൽ അങ്ങനെ എന്തോ ഒരു ഓർമ്മ കിട്ടുന്നില്ല, അതെല്ലാം തോന്നുന്നു. The moment we see you, we kind of like you for some reason. Even your mischiefs become like a playful thing. അതെങ്ങനെയാണ് അത് ഈ ഇൻ്റർവ്യൂസും ഇതൊക്കെ അതിനൊരു കാരണമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഭയങ്കര ജീവിതത്തിൽ സീരിയസ് ആയൊരു മനുഷ്യനല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം ഞാൻ 40 അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എൻ്റെ ചുറ്റുമുള്ളവർക്ക് പലരെയും കാണുമ്പം ഞാനത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുള്ളൂ, ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. കുഴപ്പം എൻ്റെ ആണോ എന്ന്. കാര്യം അവർക്ക് വളരെ ഉത്തരവാദിത്വവും കാണിക്കുകയും വളരെ മെച്യൂർഡായിട്ട് പെരുമാറുകയും വളരെ ഫോക്കസ്ഡ് ആയിട്ടും ഇപ്പോൾ ഫിനാൻഷ്യൽ ഏർപ്പാടുകളിൽ പോലും അതിൻ്റെ ഒരു പക്വത കാണിക്കുന്ന ഒരു സൗഹൃദ വലയമാണ് എനിക്കുള്ളത്. എൻ്റെ ഏജ് ഗ്രൂപ്പ് എത്തുന്നത് എനിക്കെപ്പോഴും എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ അത് എൻ്റെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പക്വത കുറവാണ് ഈ പ്രശ്നം. അത് ഇന്നവേ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന പോലെ ആവുന്നത്. Okay, then Thank you. all the best for going forward your films. Thank you, brother. Please do keep doing more comedies. We can't get Thank enough. you. അല്ല, അതെനിക്കൊരു ധൈര്യമായി. ബിക്കോസ് താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അത് പിൻവലിഞ്ഞ് നിന്നതാണോ എന്നുള്ളൊരു ചോദ്യം ശക്തമായി വന്നപ്പം എനിക്കും തോന്നി അവിടെ കുറച്ചുകൂടി ചെയ്യാമായിരുന്നല്ലേ ഇപ്പം. അപ്പോൾ വിനീത് പറഞ്ഞതുപോലെ തന്നെ നീ ഒന്ന് ഇളകി ചെയ്യുമെന്ന് പറയുന്നത് എനിക്ക് എവിടെയോ ഭയന്നിട്ട് ഞാൻ മാറിയതാണ്. എനിക്കൊന്ന് റൈറ്റ് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് ആ ഷെല്ല് വീണ്ടും ബ്രേക്ക് ആവും. അങ്ങനെ വരട്ടെ. അത് ആക്ച്വലി എനിക്ക് ഗണേഷ് സാറിൻ്റെ കാര്യത്തിലും തോന്നിയത് ചെറുതായിട്ട് ബട്ട് he's not really a comedy actor, right? അതെ. When a comedy actor does that, you like admire them for it, because it's like നമ്മളൊരു ക്രിക്കറ്റ് റെഫറൻസിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് MS ധോണി playing a dot ball when there is 4 runs from 7 balls and leaving it to Virat Kohli. മനസ്സിലായി. അല്ല, എനിക്കത് നേരത്തെ താങ്കളെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ എനിക്കത് പിക്ക് ചെയ്യാൻ പറ്റി. ഞാനത് മിസ് ചെയ്ത ഒരവസരമായി തന്നെ എനിക്കിപ്പോൾ തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ അവസരങ്ങൾ മിസ്സാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം, മിസ്സാക്കാതിരിക്കാൻ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു.